അനിയന്ത്രിത വിലവർദ്ധനവിനെതിരെ വെളിച്ചെണ്ണ പ്രതിഷേധ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി. അനിയന്ത്രിതമായ വിലവർദ്ധനവിലൂടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ വെളിച്ചെണ്ണ പ്രതിഷേധ സമരം നടത്തി മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലക്കയറ്റം രേഖപ്പെടുത്തിയ ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയെന്നും ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ഈ ഗവൺമെന്റ് കൊണ്ട് ജനങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഇടതുപക്ഷ നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല. അധികാരത്തിന്റെ അവസാന കാലത്തേക്ക് പോകുന്ന ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്തെങ്കിലും ആശ്വാസ നടപടികളിലൂടെയോ ബജറ്റിലൂടെയോ വിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്താൻ ശ്രമിക്കാറുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതും വലുതുമായ ഗവൺമെന്റുകൾ ഇങ്ങനെയുള്ള നന്മയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും പക്ഷേ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന് ഇതിന് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങൾക്കുള്ള ഉപകാരം എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ നേതാക്കന്മാർക്ക് കഴിയുന്നുണ്ടോ? അധികാരത്തിന്റെ അവസാന പാദത്തിലേക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് സാധാരണഗതിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ എന്തെങ്കിലുമൊക്കെ ആശ്വാസ നടപടികളൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ ബഡ്ജറ്റിലൂടെയോ അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PP റഹീം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ഷാജി പൈനാടത്ത്, സിറിയക് തോമസ്, റോബിൻ കാരക്കാട്ട്, ബിജു ദാനിയൽ, ബിജു നടുപുറം, പ്രസാദ് മാണി, മണിമേഖല, സനൂപ് സ്കറിയ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കുമളി.